6 മാസം മുൻപ് കോട്ടയം ഏറ്റുമാനൂരിൽ യുവാവിന് നേരെയുണ്ടായത് ക്രൂരമായ പോലീസ് മർദ്ദനം. മുൻ പോലീസുകാരൻ പാറോലിക്കൽ ശ്രീനന്ദനം വീട്ടിൽ SK രാജീവിന്റെ മകൻ അഭയ് S രാജീവിനാണ് ബസ് സ്റ്റാൻഡിൽ വെച്ച് മർദ്ദനമേറ്റത്. പരാതിപ്പെട്ട യുവാവിനെതിരെ കാപ്പ ചുമത്തിയായിരുന്നു പോലീസിന്റെ പ്രതികാര നടപടി. ആ ക്രൂരമർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ. മാത്രമാണ് വിളിച്ചു പറയുന്നത്, അല്ലാതെ അവൻ ചീത്തയും ചെറിയൊന്നും പറഞ്ഞില്ല. അവനൊന്നും പറഞ്ഞില്ല. അവൻ ആ ചെറുക്കൻ ഇതോ പറഞ്ഞില്ല, എടാ നീ എന്നെ കൊല്ലാൻ നോക്കിയാണോടാ, കൊല്ലാൻ നോക്കിയാണെന്ന് ഒറ്റ വാക്ക് പറയുന്നത്. അവൻ ചീത്തയോ ചെറിയോ തോന്നിയോ സ്വത്തും പറഞ്ഞില്ല. സാറേ തെറ്റും സാറേ അവൻ പറയുന്നുണ്ട്. അപ്പോൾ പോലീസുകാർ പറയുന്നത് എനിക്ക് ആ ഭാഷ പറയാൻ കൊള്ളത്തില്ല. കേരളാന്ന് പറഞ്ഞ് പിടിച്ചതിനകത്തിട്ടു. ഹെൽമെറ്റ് കൊണ്ട് അടിച്ചു. ഹെൽമെറ്റ് തീർത്ത് ആഴ് വീണു. ഹെൽമെറ്റ് എടുത്ത് ആ വണ്ടിക്കകത്തിട്ട് അവർ ഹെൽമെറ്റേ 2 പോലീസ് ഹെൽമെറ്റ് കൊണ്ട് അടിച്ചു. അവർ പുറത്ത് ആ ഹെൽമെറ്റ് എടുത്ത് അവർ തന്നെ എടുത്ത് അകത്തിട്ടു വണ്ടിക്കകത്ത്. ഇവിടെ ഇവന്റെ മരണത്തിൽ രക്ഷപ്പെട്ട അവൻ എന്നെ കൊല്ലാൻ നോക്കില്ലടാ, എല്ലാം കൊല്ലാൻ നോക്കി. നീ അങ്ങോട്ട് എടുത്തില്ല, അങ്ങോട്ട് നാട്ടിൽ 5 മണിയൊക്കെ ആയി. ആ നേരത്താ പയ്യട്ടെ ഇവിടെ തന്നെ കൊടുത്തു, ശരിക്കും കൊടുത്തു. ഇവിടെ തന്നെ ശരിക്കും കൊടുത്തു. അവര് ഒരു മര്യാദയും കാണിച്ചില്ല. അവന് ഞാൻ പോലീസുകാർക്ക് ചെയ്യാൻ അവന്റെ അവൻ പറഞ്ഞു, സാറേ ഞാൻ തെറ്റ് ചെയ്തില്ല, ഇവര് ചെയ്തിട്ട് ഞാൻ ചോദിച്ചാന്ന് പറഞ്ഞു. ഇവരൊരു വരെയും പറ്റില്ല, നിനക്ക് എന്നാണ് ചെയ്യേണ്ടത്, നിന്നെ നീ ഇവിടെയൊക്കെ അക്രമം കാണിക്കാണെന്ന് ചോദിച്ചു. വലിച്ചു വാരി ഇട്ട് ചവിട്ടി കൂട്ടി വണ്ടിക്കകത്തിട്ട് കൂട്ടി. ഹെൽമെറ്റ് കിട്ടി. ഹെൽമെറ്റ് പഠിച്ചാൽ ഹെൽമെറ്റ് പഠിച്ചു. ഇതുപോലത്തെ ഒരു പച്ച ഹെൽമെറ്റ്. ഹെൽമെറ്റ് പഠിച്ചു അവരാ പോലീസുകാർ കൊടുത്ത്. ആ നേരം കൊണ്ട് ഹെൽമെറ്റ് കൊടുത്ത പോലെ അവിടെ കൊടുത്ത്. ഇവൻ പറയുന്ന സീറ്റില് അവൻ ഒരു സീറ്റിലും. അല്ല അവന് വെറുതെ വിട്ടില്ല, ചോദിക്കാൻ പറ്റും. ഇവര് ചോദിച്ചില്ല. നിതിൻ തോമസ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. നിതിൻ, ഒരു പച്ച മനുഷ്യന്റെ ശരീരത്തിലാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്. ആ വാഹനത്തിൽ കയറ്റി ആ വാഹനത്തിന്റെ ഡോറ് വലിച്ചടച്ചിട്ട് മതിയാവുന്നില്ല, തിരിച്ചു വന്ന് വീണ്ടും ഉപദ്രവിക്കുകയാണ്. ഹെൽമെറ്റ് വെച്ച് അടിക്കുക, കാലോ കൈയോ പുറത്തേക്ക് നീങ്ങിയിരിക്കുന്നതിനെ പോലും വീണ്ടും അടിച്ചൊതുക്കി വെക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനുഷ്യനോടല്ലേ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് അത്ഭുതപ്പെടുന്നതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ കുന്നംകുളത്ത് പ്രശ്നമുണ്ടായപ്പോഴും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴും വിചാരിക്കുന്ന എങ്ങനെയാണ്, ഒരു മനുഷ്യൻ വേദനിക്കുന്ന ഒരു മനുഷ്യ ശരീരത്തോട് എങ്ങനെയാണ് ഇവർക്കിത് ചെയ്യാൻ കഴിയുന്നത് എന്ന്. പോലീസിന്റെ മൂന്നാം മുറകൾ വീണ്ടും ചർച്ചയാവുന്ന ഒരു സാഹചര്യത്തിലാണ് 6 മാസം മുമ്പ്, കൃത്യം പറഞ്ഞാൽ കഴിഞ്ഞ മാർച്ച് 20-നാണ് ഇത്തരത്തിലൊരു സംഭവം ഏറ്റുമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വെച്ച്, അതും മറ്റ് സംഭവങ്ങൾ ഈ പോലീസ് സ്റ്റേഷനിലും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണെങ്കിൽ ഇത് ഇത്രയും ആളുകൾ കൂടുന്ന ഒരു സ്ഥലത്ത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അതായത് ഈ രാജീവൻ്റെ മകൻ അഭയ്, പുള്ളി ബൈക്കിൽ വരുന്ന സമയത്ത് പ്രൈവറ്റ് ബസ് ഇദ്ദേഹത്തിനെ തട്ടാൻ തുടങ്ങുന്നു. ഈ പ്രൈവറ്റ് ബസ്സുകാരനുമായിട്ടുണ്ടായ ആ പ്രൈവറ്റ് ബസ്സിൻ്റെ അമിത വേഗതയുമായിട്ടുണ്ടായ ഒരു തർക്കമാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്നത്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ എത്തുന്നു. ഈ ബസ് ജീവനക്കാർ പോലീസുകാരെ വിളിച്ചു വരുന്നു. പോലീസുകാർ വന്ന് ഉടനടി തന്നെ നമ്മൾ CCTV ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇദ്ദേഹത്തിനെ മർദ്ദിക്കാനും അതേപോലെ തന്നെ ഈ അഭയനെ വലിച്ച് ജീപ്പിലേക്ക് ഇടാനും അദ്ദേഹത്തിൻ്റെ ഫോൺ വലിച്ച് എറിഞ്ഞ് പൊട്ടിക്കാനും ഒക്കെയാണ് ചെയ്യുന്നത്. ആ സംഭവം എന്താണെന്നോ അല്ലെങ്കിൽ അവിടെ എന്തുകൊണ്ടിട്ടാണ് ഇത്തരത്തിലൊരു തർക്കം ഉണ്ടായതെന്നോ ചോദിക്കാൻ ഒരു നടപടിയും ഉണ്ടായില്ല. നേരെ അദ്ദേഹത്തെ മർദ്ദിക്കുന്നു. അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാതെ, ഇപ്പോൾ ഒരു കുറ്റവാളിയാണെങ്കിൽ പോലും പിടിച്ചാൽ പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. പക്ഷേ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാതെ ജനമൈത്രിയുടെ കോർഡിനേഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് വീണ്ടും മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിനെതിരെ പിന്നീട് ഇദ്ദേഹത്തിൻ്റെ അച്ഛനായ രാജീവ്, അത് നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്. 5 വർഷത്തോളം AR ക്യാമ്പിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഈ രാജീവ് എന്ന് പറയുന്നത്. നിലവിൽ കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയാണ്. അപ്പോൾ സഹപ്രവർത്തകനായിരുന്ന ഒരാളുടെ മകനാണ്. ഇപ്പം നമ്മൾ ഇത് കണ്ടു, അതായത് രാഷ്ട്രീയ പ്രവർത്തകരെ മർദ്ദിക്കുന്നു, പൊതുപ്രവർത്തകരെ മർദ്ദിക്കുന്നു, സഹപ്രവർത്തകരായിരുന്ന ആളുകളുടെ മക്കളെ മർദ്ദിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സാധാരണ ജനങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നാൽ അല്ലെങ്കിൽ ഇതേപോലൊരു സാഹചര്യമോ തർക്കമോ ഉണ്ടായാൽ എന്ത് നടപടിയായിരിക്കും സാധാരണ ജനങ്ങൾക്കുണ്ടാവുക എന്നുള്ളതൊരു ചോദ്യമാവുകയാണ്. അതിനുശേഷം പിന്നീട് ഈ കേസിൽ രാഷ്ട്രീയക്കാര്, സാധാരണക്കാര്, ഹോട്ടൽ ജീവനക്കാര്, ബാങ്ക് ജീവനക്കാര്, മുൻ പോലീസ് ഉദ്യോഗസ്ഥരുടെ മക്കൾ ഇങ്ങനെയൊന്നുമില്ല കൈത്തരിപ്പ് തീർക്കാൻ ആരെ കയ്യിൽ കിട്ടുന്നു എന്നുള്ളത് നമ്മൾ ഇത്രയും വാർത്തകൾ കാണുമ്പോൾ മനസ്സിലാക്കുകയാണല്ലോ. 6 മാസം മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്. എന്നിട്ട് ഇയാൾക്കെതിരെ കാപ്പ ചുമത്തുന്ന പ്രതികാര നടപടി കൂടി ഉണ്ടാകുന്നു. എന്താണ് വകുപ്പ് തലത്തിലോ അല്ലാതെ ഉണ്ടായ നടപടി? ആദ്യം മാധു കാപ്പ ചുമത്തിയത് മാത്രമല്ല, അതിനുശേഷം ഈ അഭയും അതുപോലെ തന്നെ അഭയുടെ അനിയനും ജോലിക്കായി പോകാൻ ശ്രമിക്കുമ്പോൾ, അതായത്
ജാതി സർട്ടിഫിക്കറ്റ് തെറ്റായ ജാതി സർട്ടിഫിക്കറ്റ് നൽകിയാണ് ജോലിക്ക് കയറിയതെന്ന് പറഞ്ഞ് മറ്റൊരു കേസ് കൂടെ ചാർത്തുന്നുണ്ട്. ഈ കാപ്പ ചുമത്തിയത് അഭയും അതുപോലെ തന്നെ അച്ഛനും ഹൈക്കോടതിയിൽ പോയി റദ്ദാക്കി, കാപ്പ ചുമത്തിയ സംഭവം റദ്ദാക്കി. അതേപോലെ തന്നെ ഈ ജാതി സർട്ടിഫിക്കറ്റ് വ്യാജ സർട്ടിഫിക്കറ്റാണ് നൽകിയത് എന്നുള്ളത് കാണിച്ച് കൊണ്ടുവന്ന കേസ്, ആ കേസും ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങി. ഇപ്പോൾ അതിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമുക്കിപ്പോൾ പ്രാഥമികമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നതെന്ന് പറയുന്നത് യാതൊരു വിധമായിട്ടുള്ള നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഈ ഏറ്റുമാനൂർ SHO ആയ അൻസിലിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു മർദ്ദനമുണ്ടായത്. ഈ നിലവിലും ഇപ്പോൾ അദ്ദേഹം തന്നെയാണ് SHO എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്.